നമസ്തേ. നിങ്ങൾ ഓറയെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ ഓറ എന്ന് പറയുന്നത്? ഓറ എന്ന് പറയുന്ന ഒരു എനർജി ഫീൽഡാണ്. ഓറയുള്ള ഒരാൾ നമ്മളടുത്ത് കുറച്ച് നേരം വന്നിരുന്ന നമുക്ക് ഭയങ്കര മെൻ്റൽ പീസ് കിട്ടുന്നതായിട്ട് തോന്നും. നമുക്ക് അവരോട് സംസാരിക്കാൻ തോന്നും, ഓവർ ഷെയർ ചെയ്യാൻ തോന്നും. അവർ കേട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. അവർ കേട്ടിരിക്കുകയും ചെയ്യും. നമുക്കതൊരു ഹീലിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ബാഗേജ് ഇറക്കി വെക്കുന്നൊരു ഫീല്, എന്തോ മനസ്സിലുള്ളൊരു ഭാരം ഇറക്കി വെച്ചൊരു ഫീല് നമുക്ക് കിട്ടാറുണ്ട്. അതാണ് പോസിറ്റീവ് ഓറയുള്ളവരുടെ പ്രത്യേകത. ഭയങ്കര ഇമ്മ്യൂണിറ്റി പവർ ആയിരിക്കും. ഇത്ര ആൾക്കാർക്കൊരു അസുഖങ്ങൾ അങ്ങനെ ഒന്നും അവരെ എഫക്റ്റ് ചെയ്യില്ല. അസുഖങ്ങളോ വിഷമങ്ങളോ ഒന്നും അവരെ എഫക്റ്റ് ചെയ്യില്ല. എപ്പോഴും പോസിറ്റീവ് ഓറ മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിരിക്കും ഇത്തരക്കാർ. ഇവർ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നൊരു റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മോളിലൊക്കെ പെട്ടെന്ന് കയറി ചെന്ന ഒരു 10 മിനിറ്റ് കൊണ്ട് അവിടെ ഭയങ്കര ക്രൗഡ് ആയിട്ട് മാറുന്ന കാണാം. ഭയങ്കര അത്രയ്ക്കും പോസിറ്റീവായിരിക്കും അവരുടെ ഓറ എന്ന് പറയുന്നത്. പിന്നെ ഹൈലി സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരുടെ ഓറയുണ്ട്. അവരുടെ അടുത്തൊക്കെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പും ദാഹം പോലും ഉണ്ടാവില്ല. ചില ഗുരുക്കന്മാരൊക്കെ 5-6 മണിക്കൂർ സത്സംഗ് പോലുള്ള പരിപാടികളൊക്കെ നടത്താറുണ്ട്. നമുക്കൊരു വിശപ്പോ ദാഹമോ ഒന്നും തോന്നില്ല. നമ്മൾ അങ്ങനെ കേട്ടിരിക്കുക, അയ്യോ പ്രോഗ്രാം കഴിഞ്ഞു പോയി എന്ന് നമുക്ക് തോന്നും. പവർഫുള്ളാണ് സ്പിരിച്വൽ ഓറ എന്ന് പറയുന്ന സംഭവം. പിന്നെ ഈ ഓറ നമുക്ക് ഈ സാധാരണ ആൾക്കാർക്കും നല്ല ഓറയുള്ള ആൾക്കാരുണ്ട്. അവർ ഈ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവരെ വായിന്ന് ഒരു നെഗറ്റീവ് പറയുകയോ ആൾക്കാരെ പറ്റി കുറ്റം പറയുകയോ അല്ലെങ്കിൽ അവരുടെ തന്നെ അസുഖങ്ങളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. അവരെപ്പോഴും വളരെ പോസിറ്റീവായിട്ടും കാമായിട്ടും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവരുടെ കാര്യം നോക്കി വളരെ സ്മൈൽ ഒക്കെ ഒരു കീപ്പ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആണ് നോർമൽ ഒരു പോസിറ്റീവ് ഓറ ഉള്ളവരുടെ ലക്ഷണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയൊരു ഗെറ്റ് ടുഗെദറിനൊക്കെ നമ്മൾ ഒന്ന് ഒരുങ്ങിയൊക്കെ പോയിട്ട് വരും. നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഓറയിൽ എന്തോ ഒരു കണ്ടാമിനേഷൻ, നെഗറ്റീവ് സംഭവങ്ങൾ എന്തോ വന്ന് നിറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വീട്ടിൽ വന്ന് പെട്ടെന്ന് കിടക്കാൻ തോന്നും, ക്ഷീണം തോന്നും. അപ്പം നമുക്ക് എങ്ങനെ നമ്മുടെ ഓറയെ നമുക്ക് ക്ലെൻസ് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് ക്ലെൻസ് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു സോൾട്ട് വാട്ടർ ബാത്ത് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ക്യാംഫർ എന്ന് കേട്ടിട്ടുണ്ടോ? കർപ്പൂരം, അതൊക്കെ ഇട്ട് കുളിക്കാം. പിന്നെ രാമച്ചം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കുളിക്കുന്നത് നമ്മുടെ ഓറയെ ക്ലെൻസ് ചെയ്യാൻ വളരുന്നു. പിന്നെ നിങ്ങൾക്ക് കടലിലൊക്കെ കുളിക്കാൻ പോകാൻ സൗകര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ഒരു സീ ബാത്തൊക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് അതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഓറയെ നമുക്ക് ക്ലെൻസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും.